ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഞാനിപ്പോൾ ഉള്ളത് ഉക്രൈനിലെ ഒരു കിടിലം പോലത്തെ ലൊക്കേഷനിലാണ്, നല്ല കിടിലം പോലത്തെ ബീച്ചിലാണ്. ഇവിടെ സമ്മർ സമയത്ത് ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ബീച്ചുകളിൽ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, നീന്താൻ പോകും. അവർ ഈ സാധാരണ ഞാനിപ്പോൾ ഇട്ട പോലെ അണ്ടർവെയർ ഒക്കെ എടുത്ത്. അപ്പം അങ്ങനെയുള്ള ലൊക്കേഷനിലുള്ളത്. പിന്നെ നമ്മളതെല്ലാം ഇവിടുത്തെ ബീച്ചിൽ എൻജോയ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താ ഷാമുണ്ട് ഈ ലൊക്കേഷൻ വരുന്നത്? ക്രിസ്റ്റോൺ എന്ന് പറഞ്ഞ റീജിയൻ ആണ്. ഓക്കെ, അതിൽ നമ്മളിങ്ങനെ സിറ്റിന്ന് കുറേ ഉള്ളിലോട്ടാണ്. ഇന്നലെ രാത്രി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ലേ, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഇന്നലെ രാത്രി നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തത്. ആ ലൊക്കേഷനെ കാണിച്ചത് കേട്ടോ. അപ്പം ഞാനൊന്ന് തുള്ളിയാലോ വെള്ളത്തിൽ. ടൗലില്ലല്ലേ? ഒരു കാര്യം, ഞാൻ ഈ ഒരു ലൊക്കേഷൻ്റെ ഡ്രോൺ ഷൂട്ട് കാണിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഷൂ എന്നുള്ള സൗണ്ട് വരുന്നത് കേട്ടോ. ഡ്രോൺ ഷൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതാണ് ഇവിടെ ശരിക്കും ഈ ഏരിയ മുഴുവൻ ഒരുപാട് ഹോട്ടൽസ്, റിസോർട്ട്സ് ഉണ്ട്. നമുക്ക് എവിടെയും വന്ന് റൂമൊക്കെ എടുത്തിട്ട് എല്ലാ ഹോട്ടലിൻ്റെയും റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ബീച്ചായിരിക്കും. ഇതേപോലെ ബീച്ചാണ്. അപ്പോൾ ഇവിടെ വന്ന് ആൾക്കാർ വീക്കെൻഡ് ആഘോഷിക്കും കേട്ടോ. ഇന്ന് വീക്കെൻഡാണ്. വീക്കെൻഡ് മീൻസ് സാറ്റർഡേ സൺഡേ. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇത് ഇവിടെ ഒരു ജെല്ലി ഫിഷ് ഉണ്ട്. ഇത് ജെല്ലി ഫിഷാണ് കേട്ടോ. അത് കരയിൽ കയറിയിട്ട് ചത്തോലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണിച്ചിട്ടോ, വ്യൂ കാണിച്ചിട്ടോ കേട്ടോ ഇങ്ങോട്ടേക്കില്ല. ശ്യാമതെ വള്ളി ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ട്. ആ, നമുക്ക് അറിയില്ല സംഭവം ഇവിടെ കടലുണ്ട് എന്നില്ല കേട്ടോ. ആൾക്കാരൊക്കെ ഇവിടുന്ന് കുറേ ഉള്ളിലേക്ക് പോയിട്ട് നീന്തുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് മുങ്ങിച്ചാന്ന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരാൾ കുഴി ഒഴിക്കുന്നുണ്ട്, കളിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഞാൻ ഷർട്ട് ഇടാണ്ടാണ് നടക്കുന്നത്, പാൻ്റ് ഉണ്ട്. ഇപ്പോൾ ക്യാമറ ഓഫാക്കി കുളിക്കുമ്പോൾ പാൻ്റൊക്കെ അടിച്ചെങ്കിൽ ചാടും. കാരണം നായയെ തിന്നുന്ന നാട്ടിൽ നിന്ന് നടക്കിഷ്ടമൊന്നുമില്ലല്ലേ. ബീച്ചില്ലെന്ന് സമ്മറിൽ വിൻ്ററിൽ ഓരോ ടൈപ്പ് ഡ്രസ്സ് കേട്ടോ. വെള്ളം വലിയ വൃത്തിയൊന്നുമില്ല. സാധാരണ ഓരോ കൺട്രി ഇപ്പോൾ നമുക്ക് നീല കളർ ബീച്ചൊക്കെ കിട്ടല്. ഇവിടെ ബീച്ചൊക്കെ സാധാരണ കളർ കേട്ടോ, കച്ചറ പോലത്തെ കളറാണ്. ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് ചാടും, ഫ്രഷ് ആവും, വെയിൽ കൊണ്ടിട്ട് അവിടെ ഇരിക്കും. ഇതന്നെ പരിപാടി. ഇവിടെ കുറേ തണുപ്പിൽ കഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ അവർക്ക് ഒരു റിഫ്രഷ്മെൻറ്റ് വേണ്ടേ. ഇതൊക്കെ ഓരോ ഹോട്ടലിൻ്റെ ബാക്ക് യാർഡ് കേട്ടോ, അല്ല ഹോട്ടലിൻ്റെ ബാക്ക് യാർഡ് ഇതൊക്കെ. പിന്നെ നമ്മളുള്ള ഏരിയ എന്ന് പറയുന്നത് അത്രയ്ക്കും എന്താ പറയുക, ഒരു കാട്ടുമൂല എന്നൊക്കെ പറയാം അല്ലേ. ടൗണുമായിട്ടൊരു ബന്ധമില്ലാത്ത ഏരിയകളാണ്. ഇവിടുത്തെ ലോക്കൽസ് മാത്രം ഇവിടെ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ഉണ്ടാവില്ല, കുറവാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കാഴ്ച കാണുന്നത്. ഇത് റെയർ വ്യൂ ആണ്. ഇവിടെ ഇത് കാണുന്നതിന് ഇവിടെ തന്നെ വരണം. യെസ്, ആ, അപ്പോൾ ഷജാസ് ഇതിലെ വഴിമാറി കയറിപ്പോകും കേട്ടോ, വഴിമാറി കയറിപ്പോകാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു മ്യൂസിക്കലുള്ള സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറുന്നതാണ്. നോക്കുമ്പോൾ അത് പബ്ബ്. പിന്നെ വേറെ വൈലത്തിന് അവിടെ നിന്ന് കഴിച്ചു. അതിനിടയിൽ അടിയും ഒച്ചപ്പാടും ഭയങ്കര അടിയൊക്കെ അവിടെ. ഞങ്ങൾ തല്ലൊക്കെ കണ്ടു, ഡാൻസ് കണ്ടു, എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് വന്നു റൂമിലേക്ക്. ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ ബീച്ചുകളിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവുക. നമ്മൾ ഉപ്പുവെള്ളത്തിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളത്തിൽ ശരീരം വൃത്തിയാക്കണം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി പോകണം. യു കെയിലൊക്കെ ഞാൻ കണ്ടിരുന്നു. ആ കാണുന്ന ഡ്രസ്സ് മാറുന്ന സ്ഥലമാണ്. നല്ല കളർഫുൾ ആട്ടുകൾ കേട്ടോ. ഇവിടെ അതുപോലെ പിന്നെ ലൈഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ട്. ലൈഫ് ഗാർഡ്സ് അവരുടെ ബോട്ട് കിടക്കുന്നത് നിങ്ങളുണ്ടോ? ഇതാണ് ലൈഫ് ഗാർഡ്സ് ആണ് അതിൻ്റെ മുകളിൽ കാണുന്നത്. അവിടെ പാരാഗ്ലൈഡിങ് ആണ് അതിന് പറയാം, അതൊക്കെ ഉണ്ടെന്നുണ്ടല്ലോ. ഇത് ലൈഫ് ഗാർഡ്സിൻ്റെ ബോട്ട് കേട്ടോ. യെസ്, ഇത് പെഡൽസ് എന്നുള്ള ഇവിടുത്തെ ആൾക്കാർക്ക് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. വെള്ളത്തിൽ ചാടുക, ഇവിടേക്ക് ഉണങ്ങുക, അതാണ് പണി.
പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിലെ ജിമ്മന്മാർക്ക് കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവും. കാരണം ഇങ്ങനെ ജിം ബോഡിയൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഈ ശോഷിച്ച ബോഡിയും കൊണ്ട് നടന്നിട്ട് എല്ലാം കണക്കുന്നേ. നല്ല 6 പാക്ക് ബോഡിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ജമ്പറൊക്കെ ഇട്ട് ഇങ്ങനെ പോകണം ഇതായിട്ട് കേട്ടോ. നല്ല രസമുണ്ടാവും. ഇവിടുന്ന് അങ്ങേ തലവരെ കിലോമീറ്ററോളം ദൂരത്തിൽ തന്നെയാണ്. നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ചൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോവുകയാണ്. നമ്മൾ കാണുന്ന കാഴ്ചകൾ അങ്ങനെ തന്നെ നമുക്ക് മുഴുപ്പിലങ്ങാട് ബീച്ചിലൊക്കെ കിട്ടണം. ഉപ്പയും ഉമ്മയും ഓനെ കൂടിയിട്ട് അവിടുന്ന് മണ്ണിൽ കളിക്കുന്നുണ്ടോ. ഫാമിലി ടൈം. ഇതൊക്കെ ഒരു ഫാമിലി മൂമെൻറ്റ്സ് കേട്ടോ എല്ലാവർക്കും. ഇവിടെ അമ്മച്ചി സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. കടല വേണോ? കടലേ ചൂട് കടലയാണോ? അല്ലല്ല വേറൊന്നും സാധനം. ലോറിയിൽ മണ്ണടിക്കുന്നവരോട് വേറൊന്നുമില്ല. ഒരാൾ ലോറിയിൽ മണ്ണെടുക്കുന്നുണ്ട്. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ എല്ലാ കുട്ടികളും. ഇപ്പം നമ്മളിനി എത്ര കിലോമീറ്റർ പോയാലും നമ്മൾ ഈ കണ്ട കാഴ്ചയോടെ റിപ്പീറ്റ് അടിക്കുന്നത് വേറെ പുതിയതായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് മെല്ലെ വിളിച്ചിരിക്കാം അല്ലേ. ഒരുപക്ഷെ പലർക്കും ഇവരുടെ വസ്ത്രധാരണം കാണുമ്പോൾ അയ്യേ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. ഓരോ നാട്ടിലും ഓരോ രാജ്യക്കാർക്കും ഓരോ സംസ്കാരമാണ്. എല്ലാവരും നമ്മളെപ്പോലെ സാരി എടുത്ത് നടക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം അവരുടെ സംസ്കാരം ഇതാണ്. അതെ, ഇതൊക്കെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഈ ഇവിടെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെ ഫോറിനേഴ്സായിട്ട് വന്നവരോ അത് തെറ്റിദ്ധരിക്കില്ല. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ മാത്രമേ ഇനിയിപ്പോൾ ചിലപ്പോൾ എന്നെയും നിഷാമിനെയും വായി നോക്കി എന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. പക്ഷേ നിഷാം ഇതൊക്കെ കണ്ട് ആ കണ്ണൊക്കെ മരവിച്ചത് കേട്ടോ. പിന്നെ ഇവിടെ വിൻ്റർ സമയം തണുപ്പിൽ പിന്നെ അറിയാലോ മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വിൻ്റർ ടൈമിൽ ഇവർ തണുപ്പത്ത് ജീവിച്ച് ഇവരുടെ ശരീരത്തിന് വെയിൽ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതാണ് മെയിനായിട്ട് ഈ പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ അതുപോലെ കൺട്രീസിലെ ആൾക്കാർ തണുപ്പ് കൂടുതൽ കണ്ടുള്ള ആൾക്കാർ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് ബീച്ച് ടൂറിസം സെലക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ കാണുന്നതിന് അവരുടെ ശരീരത്തിൽ ചില കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ വെയിൽ കൊള്ളണം. അതെന്താ കാരണം എനിക്കറിയില്ല. എന്താ ഇതില്ല എന്തോ ഉണ്ട് അങ്ങനെയുണ്ട്. അതൊക്കെ സ്കിന്നിന് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ വെയിൽ കൊള്ളണം കേട്ടോ. സംഭവിച്ചാൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കറക്കും. ഇവരെങ്ങനെ നോക്കിയാലും ഇവർ കറക്കുന്നില്ല. അതെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. വേറെ കാര്യം ഇവിടെ മാസ്കിലൊരു മണ്ണാങ്കട്ടില്ല. ഇവിടെ കൊറോണ എന്താണെന്ന് ഈ നാട്ടുകാർക്ക് അറിയില്ല. ഇവിടെ ഉക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മറ്റുള്ള യൂറോപ്യൻ കൺട്രി പോലെ തന്നെ ഇവിടെ അടച്ചുപൂട്ടിയിട്ട് വിന്ററിലൊക്കെ ഫുൾ അടച്ചുപൂട്ടിട്ട് തന്നെയായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് ഓപ്പൺ ആയത്. സമ്മറിൽ ഇപ്പോഴാണ് ഓപ്പൺ ആയി കിട്ടിയത്. അതുകൊണ്ട് നല്ലോണം ഓപ്പൺ ആക്കി. ഇനിയിപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വിന്ററിൽ ഇനിയും കേസ് കൂടുന്നുണ്ട്. കേസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ വിന്ററിൽ ഇനിയും വിന്റർ ആകുമ്പോഴത്തേന് ഇനിയും അടച്ചു. അടിപൊളി കാട്ടുമൂലിയത്. പിന്നെ വാക്സിനേറ്റഡ് അല്ല 90% ആൾക്കാരോട് വാക്സിനേറ്റഡ് ആയി. ഇവിടെ പോപ്പുലേഷൻ എത്രയാണ് മൊത്തം അറിയില്ല. ഷജാസ്ക ഇല്ലെങ്കിൽ ഓനെ ഒന്നും അറിയില്ല. കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരാനറിയാം. ഇതാണോ മരങ്ങളൊക്കെ ആയിട്ട് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ മണ്ണ് ഈ മണ്ണ് ഒരു ബീച്ചായിരുന്നു. ഇങ്ങോട്ടൊക്കെ കക്കയൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വെള്ളം കയറും തോന്നുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ കോമഡിയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അത് നിങ്ങൾ ABCD സിനിമയിലെ ദുൽഖറിൻ്റെ അവസ്ഥയായിരുന്നു. എങ്ങനെ രാവിലെ അപ്പിയിടാൻ പോയപ്പോൾ വെള്ളമില്ലല്ലോ. പബ്ലിക് ടോയ്ലറ്റാണ്. എങ്ങനെ പ്രൈവറ്റ് അല്ല, നമുക്കിവിടെ പബ്ലിക് ടോയ്ലറ്റ് വന്ന് ഒരു വെള്ളമില്ല. കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് വരേണ്ട അവസ്ഥ കേട്ടോ. ഇവിടെ ഒരു അമ്മയും മോനും ഇവിടെ ഫാമിലി വരുന്നുണ്ട് കുട്ടീനൊക്കെ എടുത്തിട്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ടോയ്ലറ്റ്. ഈ അടുത്ത സൈഡ് കാണുന്ന ഈ ഒരു പുര കേട്ടോ. ഇതാണ് ടോയ്ലറ്റ്. രാവിലെ തന്നെ കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ വന്നത്. ആയതുകൊണ്ട് അതിങ്ങനെ ചെറിയ ചെറിയ ഹട്ടും ടോയ്ലറ്റ് പബ്ലിക്കോ കുഴപ്പമില്ല. ഇതാട്ടോ റൂമുകൾ. ഹട്ടുകളാണ്. റൂമെന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ റിസോർട്ട് റൂമില്ല, സിംഗിൾ ഹട്ട്. ഇപ്പം എൻ്റെ ബെഡ്റൂമിൻ്റെ പകുതിയേ ഉള്ളൂ ഇപ്പം നമ്മൾ താമസിക്കുന്ന റൂം. അതിനുള്ള നമ്മൾ 3 പേര് താമസിക്കുന്നത്. ഈ ഇടതുവശത്ത് കാണുകയാണ് ഇതിൻ്റെ ടോയ്ലറ്റ്. ഇപ്പോൾ കാണിച്ചിട്ടില്ല അവൻ ഏതാ. അത് കുളിക്കുന്ന സ്ഥലം. യെസ്.
പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇവിടെ, ഒരു നല്ല വൈബുള്ളൊരു ഏരിയ. എന്താ ആടെ പൊടിയും വെച്ചിട്ട് കുട്ടി വീട് കളിക്കുന്നത്? ഇവിടെ ഓരോ റൂമിന് ഓരോ നമ്പേഴ്സുണ്ട്. ഇതിപ്പോൾ 26 നമ്പറാണ്. ഇവിടെ ഫാമിലീസ് ഉണ്ട്. ഇത് 25 നമ്മൾ 24 ഈ 24 കേട്ടോ. ഇതാണ് നമ്മുടെ മരം കേട്ടോ. മരത്തിന് ചെറിയ ഹഡ് നിരപ്പെന്ന് കുറച്ച് ഹൈറ്റ് ആക്കിയിട്ട് ഇതിന് ഉൾവശം കാണിച്ചിട്ട് കേട്ടോ. അത് നമ്മുടെ യെസ് ബ്രോ, എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി? എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി? വളരെ ദയനീയകരമാണ്. 3 മണിക്ക് വെളുപ്പിന് നമ്മൾ എത്തിയിട്ട് നല്ല ഹോട്ടൽസ് ഒന്നും കിട്ടിയില്ല. അപ്പം ഇവിടുത്തെ ഓണർക്ക് എന്തോ ദയ തോന്നിയിട്ട് നമ്മളെ കയറ്റി. ഇവിടെ ഒന്നാമത് ഒരു ദിവസത്തേക്ക് നമുക്ക് പറഞ്ഞാൽ ആ റൂം വരുന്നില്ല. നമ്മൾ ഇവിടെ ഒരുപാട് ഹോട്ടൽസിൻ്റെ ഏരിയ പോയി. ഇവിടെ സ്ഥലത്തിൻ്റെ പേരുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇട്ടാ കുറച്ചുകൂടി ഒന്നും നോക്കിയിട്ടില്ല. ഒരു ഐലൻഡ് പോലത്തെ സ്ഥലമാണ്. നമ്മൾ വണ്ടി അടിച്ചു വന്നു, കട്ടറെല്ലാം തുള്ളിപ്പിടിച്ച് ഇവിടെ എത്തി. നമ്മൾ ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ലേക്ക് കാണാൻ മാത്രമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ആൾക്കാരെല്ലാം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം നിൽക്കാനും 2 ആഴ്ച നിൽക്കാനും അങ്ങനെയൊക്കെ ലോങ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇത് നല്ല ഉള്ളോട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഇത് ഹോട്ടൽസ് എനിക്കറിയത്തില്ല, ഞാനൊന്നും ചോദിച്ചില്ല. നമ്മൾ പറയുന്നത് കിടക്കാൻ സ്ഥലമുണ്ടോ, കയറി താമസിക്കുക. ഇനിയിപ്പോൾ ചെല്ലുമ്പോഴേ ഓർഡറെ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പ്ലാൻ വെച്ചാൽ നമുക്കിപ്പോൾ ഇനി ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മരത്തിൻ്റെ ഒരു ഇതാണുള്ളത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടാം. 24 നമ്മുടെ നമ്പർ. ഇതാണ് എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പകുതിയുള്ളൂ. ഇവിടെ 2 കട്ടിലുണ്ട്. ഏകദേശം 2 ആൾക്ക് കിടക്കാം. ഇവിടെ ഒരാൾക്ക് കിടക്കാം. ഞാൻ ഇവിടെ കിടക്കുന്നത്. എൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചാർജ് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്, പക്ഷേ ഒന്നുമില്ല. അതെ, ടോപ്പ് ഉണ്ട്. നിങ്ങൾ ഇതിൽ ഏത് നിമിഷത്ത് നമുക്ക് അയച്ച് മാറ്റാൻ പറ്റുന്ന സംഭവങ്ങൾ കേട്ടോ. വാളിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ ഇവിടെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല ബീച്ച് സൈഡ് നല്ല സൗണ്ടും കാര്യങ്ങളും. വാവും, അതൊരു ഫീലാട്ടോ. ഇതൊക്കെ നമ്മുടെ ഇപ്പുറത്തെ നമ്മുടെ നെയ്ബേഴ്സൊക്കെ ഉണ്ട്. നെയ്ബേഴ്സിനൊക്കെ നമുക്ക് ഹായ് പറയാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് റഷ്യൻ ഭാഷ അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പോകുന്ന വഴിക്ക് എല്ലാവരുടെ മിണ്ടി പോയേനെ. ഇവനാണെങ്കിൽ ഇപ്പോഴാണ് ഉറങ്ങി എണീറ്റ് തന്നെ. ഡ്രൈവ് ചെയ്യുന്നത് ഇനിയും ടോയ്ലറ്റ് പോയോ? പെണ്ണിച്ചുള്ളൂ. ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് പോട്. അതിന് നല്ലത് ബീച്ച് സൈഡ് പോയിട്ട് കടലിൽ പോയിരിക്കുന്നതാ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചിട്ടും പല്ലിച്ചിട്ടൊന്നുമില്ല. പിന്നെ അത് കള്ളത്തിനും പറയുന്നത്. കാരണം അവിടെ പോയി കുളിക്കാം, ബീച്ചിൽ പോയി കുളിച്ചിട്ട് വരുമെന്ന് പറയുമ്പോൾ ലേറ്റ് ആകും കേട്ടോ. അവിടെ കുളിച്ചിട്ടൊന്നുമില്ല. അവരിതേ പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ നല്ല കിടിലം പോലെ ഒരു പിങ്ക് ലേക്ക് ഉണ്ട്. പിങ്ക് ലേക്ക് നമ്മൾ ഒമാനിൽ നമ്മൾ കണ്ടിരുന്നു. ഞാനവിടെ നമ്മൾ ആമിയാനടുത്ത് പോയ ഡെസേർട്ടിന് നടുവിൽ ഒരു പിങ്ക് ലേക്ക് ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതിനേക്കാൾ മനോഹരമായ ഒരു പിങ്ക് ലേക്ക് ഇവിടെ ഉക്രൈനിലുണ്ട്. അത് ഡ്രോണൊക്കെ വെച്ചെടുക്കുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ അത് കാണുന്നൊരു ആഗ്രഹമുണ്ട്. അതാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ 2 പേരും ഇന്ന് വൈറ്റ് ആൻഡ് വൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞ ഇത് ഓരോ ഹട്ടുകളാണ്, ഓരോ വീടുകളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കോപ്പി അടിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതേപോലെ കുഞ്ഞു ഹട്ടും ബീച്ചും. ഇതാണ് ഇവരുടെ പാർക്കിംഗ് യാർഡ് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇത് വീടിൻ്റെ എൻട്രൻസ്. ഇത് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. എത്രയാടാ റെൻ്റ്? എത്രയാടാ? അപ്പോൾ എത്ര? 1500. 3 അല്ലേ നാട്ടിലത്തെ? 1500 നഷ്ടമൊന്നുമില്ലല്ലേ? നമുക്കൊന്നില്ല ബീച്ച് കിട്ടി, പബ്ലിക്കിൽ ടോയ്ലറ്റും കിട്ടി, ഒന്നുമില്ല. രാത്രി ഉറങ്ങാൻ സ്ഥലം കിട്ടി. പിന്നെ ഞങ്ങൾ കാറിൽ കിടക്കാനൊക്കെ റെഡിയാണ്. പക്ഷേങ്കിൽ എനിക്ക് എഡിറ്റിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അപ്ലോഡിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ 2 കാര്യങ്ങളും ഭയങ്കര ടൈമായിട്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ നമ്മൾ വിട്ടു. എനിക്ക് ഇറങ്ങിപ്പിടിച്ച് രാത്രി ഒരു 10, 12, 1 മണിക്കിലാണ് റൂമിലെത്തുക. ഇവിടുത്തെ 7:30 മണിക്കൊക്കെ വീഡിയോ ആവുകയും ചെയ്യണം. അപ്പോൾ അത് ശരിക്കും ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ചലഞ്ചിങ് ആണ് എഡിറ്റിംഗ് ആണ്. ഈ ട്രിപ്പിലല്ല, UK യിലും സെയിം ആയിരുന്നു. UK ശേഷം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസം റെസ്റ്റ് എടുത്തിരുന്നു. പക്ഷേ ഇവിടെ ആകെ 4-5 ദിവസമുള്ളൂ. പിന്നെ റേഞ്ചും മൊബൈൽ റേഞ്ചൊന്നും ഇല്ല കേട്ടോ. നല്ല ഉറക്കത്തിലൊക്കെ എണീച്ചിട്ട് എഡിറ്റിംഗ് ആയാ അപ്ലോഡ് ആയാ ഇതൊക്കെയായിരുന്നു കോലം. പോകുന്ന വഴിയിൽ നമ്മുടെ സ്ഥലത്ത് നിർത്തി. ഇതെന്താണ് സാധനം? ഇത് സംസ എന്ന് പറയാം. അതായത് തന്തൂറിൽ ഉണ്ടാക്കുന്ന സംസയാണ്. അകത്ത് മീറ്റ് സ്റ്റഫ് ചെയ്തിട്ട് അവർ നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കും. ഓക്കെ, വിളിക്കുന്നുണ്ട്. ഞാൻ മുകളിൽ കയറട്ടെ. അയ്യോ, ഞാൻ 7 വർഷം മുമ്പേ കഴിച്ചാണ്. ഇവനെ ഇത് കണ്ടിട്ട് ആർത്തി മുതിരെ ഓടുന്ന വണ്ടി തിരിച്ചു വന്ന് ഇതൊന്നും കാണുന്നില്ല ഇതില്. അതിങ്ങനെ ഈ സൈഡിൽ കണ്ടോ, അടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ? ആ, അതെ, ഇവിടെ കണ്ടു നിങ്ങൾ. ഈ സൈഡ് ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് കാണാം. ഇത് ബന്നു കണ്ടിട്ട് കാണുമ്പോ ഇതിനകത്ത് ഇറച്ചി സ്റ്റഫ്ഡ് ആണ്. ഉസ്ബെക്കിസ്ഥാൻകാരനാണ് ഇയാള്. ഉസ്ബെക്കിസ്ഥാൻ ഹലാലാണ്. ഹലാൽ
ഹലാൽ. ഓ ഐ ആം ഹലാൽ. ഇവൻ ഹലാൽ അല്ല. ഒറ്റ എനിക്ക് ഒന്നും മതി എനിക്ക്. ആ ടേസ്റ്റ് നോക്കിയാൽ പോരെ. ഇവിടെ വില്ലേജ് ഏരിയയാണ്. അവിടെ അതേ ഒരു ക്രിസ്ത്യൻ ചർച്ച കേട്ടോ, നല്ല ഗോൾഡൻ കളർ ഇതൊക്കെ ഉണ്ട്. സൂപ്പർ. എന്താ മൂപ്പർ എടുക്കുന്നുണ്ടോ? പന്നിനുള്ളിൽ വെച്ചിട്ടില്ല. ഇതിന്റെ പേരാ സാൽസിയ സംസ്ഥാനമാണ് പേര്. സാധാരണ ഇത് സ്റ്റുഡൻസ് ഏരിയയിലൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടും. സാധാരണ അത് ഓവനിൽ ഉണ്ടാക്കുന്നതാണ്. അത് ഫേക്ക് സംസ്ഥയാണ് സംഭവം. ഇത് ഓവനല്ല, ഒന്നുമില്ല. നമ്മുടെ സാധാരണ ഇതിലെ പപ്സ് പോലെ വന്നിട്ട് ഇതിനകത്ത് എന്താണ്, ഇതിനകത്ത് ഇറച്ചിയെല്ലാം ഇരുന്ന് വേവും. കയ്യനെ കൊണ്ടൊന്നുമില്ല. ഹംസ ദാദാ ഇന്ത്യ. അതായത് നമ്മള് ഹംസ ഉണ്ട് പറയുന്നത്. ഹംസ ഉണ്ട്, സംസ ദാദാ. യോ സോഫ്റ്റാണ്, ചൂടാണ്, സോഫ്റ്റാണ്. ഞാനതല്ലേ ക്യാമറ, ഞാനതിൽ സാധനം കഴിച്ചോ കേട്ടോ. ഇത് ഭയങ്കര ഇതിനുള്ളിൽ നല്ല ഇറച്ചിയുടെ മണം എടുക്കണോ നിങ്ങൾ? ഇടാ ഉള്ളൊക്കെ ഇറച്ചി പോയിരുന്നുണ്ടേ. ഒരു രക്ഷയില്ല. നമ്മൾ വീടിലുണ്ട് ചോട്ടോ. ആണോ വണ്ടി തിരിച്ചതിന് കാരണമുണ്ട്. എന്താ എന്നെ പറഞ്ഞു, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. സൂപ്പർ. അങ്ങനെ നമ്മളെത്തി. ഇതാണ് പിങ്ക് ലേക്ക് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡ്രോൺ ഷൂട്ട് എടുത്താൽ മാത്രമേ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാഴ്ച കാണും കേട്ടോ. ഇതുണ്ട് വന്ന വഴി ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഡ്രോൺ ഷൂട്ട് ഞാൻ ആദ്യം കാണിച്ചു കേട്ടോ. ഡ്രോൺ ഷൂട്ട് കണ്ടിട്ട് ഞാൻ ഇതിലത്തെ സീനറി എന്ന് വെച്ചാൽ താഴെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒമാനിൽ കണ്ടതിനേക്കാളും എത്രയോ ഡബിൾ ത്രിബിൾ ഇരട്ടി വലുപ്പത്തിലാണ് ഈ ഒരു പിങ്ക് ലേക്ക് വരുന്നത്. ഇത് ലോകത്ത് തന്നെ പല ഭാഗങ്ങളായിട്ട് ഭയങ്കര റെയർ ആയിട്ടുള്ളത് ഉള്ളത്. ഇതിന് റീസൺ എന്താണെന്ന് നമ്മുടെ ഷജാസ് ബ്രോ പറഞ്ഞൊരു സാർ പറയൂ. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൽഗിയുണ്ട്, അതായത് പായല് സൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു പിഗ്മെന്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്യാരറ്റിലൊക്കെ കാണുന്ന കളർ പിഗ്മെന്റേഷൻ, അതാണ് ഇതിന്റെ കളറിന്റെ കാര്യം. അതുപോലെ ഇതിനകത്ത് മീനുകളൊന്നുമില്ല. അതെ, കൂടുതലാണ്, ഉപ്പ് കൂടുതലട്ടെ ഇതിൽ. ഞാൻ അതിൽ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപ്പുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കോരി എടുത്തിട്ട് നമുക്ക് ഉപ്പ് കിട്ടും കേട്ടോ. ആ ഉപ്പും കൂടി കാണിച്ചു തരാം. ഇവിടെ ഇതല്ല ഉപ്പ്, ഇതാണ് ഇവരുടെ വെക്കുന്ന, ഇവിടെ നിന്ന് എടുക്കുന്ന പിങ്കിലേക്ക് എടുക്കുന്ന ഉപ്പാണ് ഇത്. ഈ ഡബയിലൊക്കെ എന്താ വെച്ചോക്കിയത്, ഇത് ഇവിടെ നിന്ന് എടുക്കുന്ന ക്ലേ ആണ്. അപ്പോൾ ഇതിനകത്ത് ഉപ്പിന്റെ കണ്ടന്റൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പോഴ്സ് എല്ലാം ക്ലിയർ ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിലെ പോഴ്സ് അഴുക്കുകളെല്ലാം കളയും. അതായത് സോൾട്ട് ബാത്ത് എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല. ഓക്കെ. അപ്പം ഇതെന്താ അപ്പം? ഇത് ഉപ്പാണ്. ഇവിടെ നിന്ന് ഉപ്പാണ്. ഇവിടെ നിന്ന് എടുത്ത് ഉപ്പല്ലേ? ചെറിയ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉപ്പായിരിക്കും, നല്ല ഇതായിരിക്കും. ഉപ്പ് നീ മേടിച്ചിട്ട് വന്നേ? നാട്ടിൽ കിടുന്നല്ലേ, പിന്നെ ഇവിടുന്ന് മേടിച്ചിട്ട് വന്നേ? നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. എല്ലാം കണക്ക് തന്നെ. പിന്നെ ഇവിടെ പരിപ്പറിൽ ഇടുന്നതിന് കോൺസെൻട്രേഷൻ ഉണ്ടോ ഇല്ലെന്നായിരുന്നു. കെമിക്കലില്ല, ഫ്രഷ് ഉപ്പ്. പക്ഷെ എന്നാലും ഇത് കിട്ടിപ്പോരി പോണ്ടേ. ഫ്ലൈറ്റിൽ നിന്ന് അഥവാ ബാഗേജ് ഓപ്പൺ ആക്കില്ല ഇതിന് ഉപ്പിലും വാങ്ങിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഞാൻ കാണിച്ചിട്ടോ, ഇവിടെ ഉപ്പ് വെക്കുന്ന വേറെ ഷോപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ബീച്ച് എന്ന് പറയുന്നത് അത് കടലിലെ കരയിലുള്ള ബീച്ചാണ്, ആൾക്കാർ കുളിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇവിടെ കുളിയൊന്നുമില്ല, കാരണം ഉപ്പ് രസം കൂടുതലാണ്. ഇത് വേറെ ഷോപ്പാണ്. ഇവിടെ നമുക്ക് സൂനിയേഴ്സ് കിട്ടും. എടാ ഒന്ന് വാങ്ങിക്കോ. എടാ ഈ ഒരു പീസില്ലേ, ഇത് വാങ്ങിക്കാം. ഇത് കാണിച്ചാൽ ഈ ഫോട്ടോ ആണ് നിങ്ങൾ. ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ കളർ കേട്ടോ. മോർണിംഗിൽ ഈവനിങ് വരുമ്പോഴേ നമുക്ക് ഈ ഒരു കളർ കിട്ടും. പിന്നെ ഡ്രോൺ ഷോട്ട് നിങ്ങൾ കണ്ടില്ല, ഓപ്പോസിറ്റ് വേറെ ഒരു ഇതുണ്ട്. അപ്പം ഇതൊക്കെ ഇവിടെ ലൊക്കേഷൻസ് ആണ്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി ഇതായിരിക്കും. അല്ല ഇതൊക്കെ ഉണ്ടോ, അതും ഉപ്പ് ആകാൻ തുടങ്ങി അല്ലേ. പോയി ഫോട്ടോസ് ഉണ്ടാകാൻ മനസ്സിലാവും. ഹലോ പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. സംഭവം കാണാൻ നല്ല മൊഞ്ചാണ്, പക്ഷെ വൃത്തിയായിട്ട് മണം കേട്ടോ. ഒരു കച്ചറ പോലത്തെ മണം കേട്ടോ. ഒരു കച്ചറയല്ല, അതിനും വല്ല മണം. നാറ്റെന്ന് പറയുന്നില്ല, നാറ്റം ഇവിടെ. എടാ കർമൂസ്കി എത്രയായി? അല്ല ഞാൻ കണ്ടുപിടിച്ച റഷ്യം പക്ഷേ കർമൂസ കീ അങ്ങനെ ഒരു ഭാഷയില്ല, ഞാൻ കണ്ടുപിടിച്ച് കർമൂസ കീ. നിഷാമ റെഡി ഫോർ ഫോട്ടോഷൂട്ട്? നിഷാമ പറഞ്ഞ ക്യാമറ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. റെഡി? ഇപ്പോഴും വർക്കില്ലേ? ഓ ഭാഗ്യം. ഇപ്പം ചൈന പീസ് കൊടുത്തിട്ട് പറ്റിച്ചെന്ന് പറയല്ലോ. ഇനി ഞാൻ കുറച്ച് അങ്ങോട്ടൊക്കെ നടന്ന് കാണിച്ചു കേട്ടോ. ഇവിടെ നിലത്ത് പൂഴിയാണ്, പക്ഷേങ്കിൽ നമ്മൾ ബീച്ച് കാണുന്ന ടൈപ്പൊന്നുമല്ല. ഇത് മണ്ണാട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പർ സൈഡ് വേറെ കളറുണ്ട്, സാധാ കളർ വെള്ളമുണ്ട്. വേറെ കാര്യം എന്ന് വെച്ചാൽ യുവന്മാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഇടിച്ച് കയറി സംസാരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നടക്കില്ല, കാരണം ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട്. എന്താ പറയുന്നത് പടച്ചോനിക്കറിയാം. ആൾക്കാർ ഇവിടുന്ന് വെള്ളം കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാൾ പിന്നെ അത് കുപ്പിയിലൊക്കെ വെള്ളം എടുത്തിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ഇവൻ ഫുട്ബോൾ കളി കാണുന്നില്ലെന്ന് നോക്കല്ലോ. ഇവൻ കൊക്കക്കോളെല്ലാം കുടിക്കുന്നത്. അവിടെ ഒരാൾ കുപ്പിയിൽ പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് പോയിട്ട് അതിൽ വെള്ളമൊക്കെ ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം പിങ്ക് കളർ അറിയുന്നുണ്ടെന്നറിയില്ല. ഒരു ചളിവെള്ളം പോലെയാണ്. നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ഒരു ചളിവെള്ളമാണ് ഇവിടുന്ന്, പക്ഷേ കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കളർ മാറിട്ടോ. ഓക്കെ, ഏക്കർ കണക്കിന് സ്ഥലം കംപ്ലീറ്റ് തന്നെ. ഒരു ഫോട്ടോസ് കിട്ടുന്നുണ്ട് കുട്ടികളെ. ഇത് ഒരാളവിടെ കുപ്പിയിൽ വെള്ളം എടുക്കുന്നുണ്ടോ? റുപ്പിയും മോനും. ഒരാളിവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. അവർ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളതിൻ്റെ വീഡിയോ എടുക്കും. ഇത്രയും കേട്ടോ. ഇവിടെ അങ്ങേ തലവരെ നമുക്ക് പോകാം. ഇതിലേക്കൂടി വണ്ടി പോകും, ആ ഒരു ട്രാക്കിലേക്കൂടി വണ്ടി പോകും. കാരണം വണ്ടി പോയി ടയറിൻ്റെ പാടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒമാൻ വീഡിയോ കണ്ടവർക്ക് നമ്മൾ സലാല, നമ്മളെ മലയാളികളുടെ സ്വന്തം ചില കേരളത്തിൻ്റെ ഫോട്ടോ കോപ്പി എന്നറിയപ്പെടുന്ന സലാലയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഞാൻ മസ്കറ്റിലേക്ക് വരുന്ന വഴി പിങ്കിലേക്ക് കാണാൻ പോയിരുന്നു. പക്ഷെ അത് ദാരിദ്ര്യമായിരുന്നു, ഒന്നുമില്ല, കുറച്ച് എല്ലാം കൂടെ ഉണങ്ങിപ്പിടിച്ച് കുറച്ച്. ഇത് ഭയങ്കര കേട്ടോ, ഒരുപാടുണ്ട്. എന്താണ് ലുക്ക്? ഇത് എൻ്റെ വീടിൻ്റെ ചുമരുമേൽ കിടക്കും. കർമൂസ്കി കിട്ടിയോ? ഉപ്പ് മേടിച്ചു. പിന്നെ ഉപ്പൊന്നും മേടിച്ചു? നീ ഉപ്പ് ഇത്ര ഫ്രഷ് ഉപ്പ് ഇവിടെ പൊട്ടിയിടാം. അത് കുഴപ്പമില്ല. കർമൂസ്കി ഇതൊക്കെ നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ തിരിച്ചോ ഒരു കുട്ടി ഫോട്ടോ എടുക്കുന്നു.
ഒരു ഫോട്ടോ എടുക്കേണ്ട കഷ്ടപ്പെട്ടോ നമ്മൾ കാണുന്ന കുറേ സമയം. ഇതെല്ലാം ഇനി ഫിൽറ്റർ ഇട്ട് എഡിറ്റ് ചെയ്ത് മൊഞ്ചാക്കി ഇവരെടുത്തുകൊണ്ട് പോയിട്ട് ഇൻസ്റ്റയിലും കൊണ്ടിടും. അപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ അറിയും. ഇപ്പം കാണുമ്പോൾ ഒന്നും ഉണ്ടോ ചളിവെള്ളത്തിൽ നിൽക്കുന്ന കുട്ടിയെ പോലെ ഉണ്ടോ? നായ്ക്കുട്ടിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഏക്കർ കണക്കുന്ന സ്ഥലത്ത് ലേക്കുണ്ട്. അപ്പോൾ അതിന് ഓരോ പോർഷനിലും ഓരോ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അവിടെ എന്തോ പറക്കുന്ന സാധനമൊക്കെ ആണ്. നമുക്ക് നോക്കാം. കാണിക്കാൻ പോകുന്നത് വേറെ ബീച്ചാണ്. ഞാൻ പറഞ്ഞില്ല മുകളിൽ ഇങ്ങനെ പറക്കുന്ന ഇതൊക്കെ ഉള്ളത് സ്കൈ ഡൈവ് ചാടും കൊടുക്കുന്ന ഇത് എൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതേ പോകുന്ന ഓക്കെ അത് ഓടുന്നൊരു ബീച്ചാണ്. ആദ്യം നിങ്ങൾ ഡ്രോൺ ഷൂട്ട് എടുക്കും. കണ്ടില്ലേ ഡ്രോൺ ഷൂട്ട്? ഇത് തന്നെയാണ് സംഭവം. മൂപ്പർ ഇവിടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ മുകളിൽ സാധനം പറക്കുന്നുണ്ട്. സർഫിങ് കേട്ടോ. ശരി ഓക്കെ മനസ്സിലായി. സർഫിങ്ങിൻ്റെ ടൈപ്പാണ്. ഈ ഒലക്കയുടെ പേരറിയില്ലടൂ. ആദ്യം നാളെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇത് സ്കേറ്റ് ബോർഡ് പോലത്തെ സാധനങ്ങൾ കയറിയിട്ട് സ്കൈ ഡൈവ് ചാടുന്ന പോലത്തെ പാരച്യൂട്ടിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. അതാണ് സംഭവം. അപ്പം ഇങ്ങോട്ടേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ആ മൂലക്കായിട്ട്. എല്ലാവരും വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ക്യാരവാനൊക്കെ ഉണ്ട്, വീടൊക്കെ ഉണ്ട്. ഇവർ കൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ട് കയറ്റിയിട്ട് ഇവർ പരിപാടികൾ തുടങ്ങി. ഇതൊക്കെ അതാണ് കേട്ടോ, പറക്കുന്ന സാധനമാണ്. പക്ഷെ അവരിപ്പോൾ സൈഡാക്കി വെച്ചിട്ടുള്ളത്. ക്യാപ്ഷൻ പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ബീച്ചാണ് കേട്ടോ. ഇവിടുത്തെ ബീച്ചുകൾ ഉക്രൈനിലെ ബീച്ച്. പക്ഷെ നമ്മൾ UK കണ്ട പോലെയല്ല. ഇവിടെ കുറച്ചും കൂടി മാറ്റമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഉള്ളേരി ആയതുകൊണ്ട് തന്നെ ഇവിടെ കായലുണ്ടായത് ഓടി പോരാ ഇങ്ങോട്ടും. ഉള്ളേരി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കാണാൻ കാഴ്ചയുണ്ട് കേട്ടോ. ഇതാണ് ഇവർ പറക്കുന്ന സാധനം. അതിൻ്റെ കയറാണ് നിലത്തെ കൂടി പോകുന്നത്. ചവിട്ടി പോകണ്ടോ? നല്ല വൈബ് ഏരിയ കേട്ടോ ഇവിടെ. ഇതൊന്നും ടൂറിസ്റ്റ് പർപ്പസ് അങ്ങനെയില്ല. ഓരോ ആൾക്കാർ അവരെ പറക്കുന്ന സാധനം കൊണ്ടിട്ട് അവർ തന്നെ പറക്കുന്ന കേട്ടേക്ക്. ഒരാളുടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ മൂപ്പര് ഇവിടെ കയറൊക്കെ ലെവലാക്കുന്നുണ്ട്. വണ്ടീൻ്റെ ടയറിനിട്ട് വലിച്ചു പിടിച്ചിട്ട് കയറൊക്കെ പ്രിപ്പയർ ആക്കുന്നുണ്ട്. ഇത് പറക്കാൻ വേണ്ടി റെഡിയാക്കുന്ന സാധനം കേട്ടോ. ഇതിന് മുകളിലാണ് പറക്കുന്നത്. ഇവൻ്റെ ബോഡി ഉണ്ടോ? ആ ഓക്കെ. ഇവൻ്റെ ശരീരം കണ്ടോ ഇവളെ കെട്ടിയിട്ടിട്ട്? പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഉപ്പയും മക്കളാണ് തോന്നുന്നത്. കാരണം ഇത് വേറെ സാധനമാണേ. മറ്റേത് ആകാശത്തിലൂടെ പറക്കുന്നത് വെള്ളത്തിലൂടെ പോകുന്ന പോലെ തന്നെ ഈ പായ്ക്കപ്പൽ എന്താ പറയുക, പായ്മരം അങ്ങനെ എന്താ പറയുക പരിപാടി. അതേപോലെ കേട്ടോ കാറ്റിൻ്റെ ഗതി അനുസരിച്ചിരിക്കുന്നു തോന്നിയത്. ഇത് ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു സംഭവം പിടിപ്പിക്കുന്നത് ഈ ഇതിലാട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് പിടിപ്പിച്ചിട്ട് ഇതിലാണ് പോകുന്നത്. ഇത് കണ്ടോ മുപ്പത് പിടിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ പൂമ്പാറ്റിൻ്റെ ചിറക് പോലെ യാക്കപ്പോ. കാട്ടിൻ്റെ ഗതി അനുസരിച്ചിട്ടാണ് നീങ്ങുന്നത്. ഞങ്ങൾക്ക് ഹായ് വന്നിട്ടുണ്ടോ? അതെ മുപ്പത് തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് നോക്കിയിട്ട് പോന്ന വാ വളരെ
വളരെ സിമ്പിളായിട്ട് കയറിയത് പോകുന്നുണ്ടോ? അങ്ങനെ മോട്ടർ ഓയിലൂടെ പോകുന്നതൊക്കെ കാറ്റടിച്ചില്ല. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണോ? നിങ്ങൾ പറ. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ബീച്ചസ് ആണ്. ഇവിടുത്തെ 3 ടൈപ്പ് ഓഫ് ബീച്ചസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, മറന്നു പോരുത് കേട്ടോ. പിന്നെ ഇതിൽ ചില കാര്യങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയണം. അതല്ലാതെ നമ്മളത് നോക്കി എവിടെയെങ്കിലും നോക്കി പഠിച്ചിട്ട് വലിയ എളുപ്പം എനിക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ എന്നിട്ട് കാര്യമില്ല. നമ്മൾ നാച്ചുറലായിട്ട് കാര്യങ്ങൾ എടുത്തത് അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങളെന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം, മറന്നു വരുത്. അതെ, ഇവർ ടയറൊക്കെ കെട്ടി ഇവരിപ്പം പോകാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഡ്രൈവർ വണ്ടി വരെ എത്തിയിട്ടുണ്ട്. പോടാ. പുള്ളി പൊടിയായിരുന്നില്ല തുറക്കുന്നതിന്. യാ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇനി എങ്ങോട്ട് പോകണം നമ്മൾ? എങ്ങോട്ടോ എവിടെയൊന്നും അറിയില്ല കേട്ടോ. അടുത്ത എപ്പിസോഡ് എന്താ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നല്ല ടയർഡായിട്ട് ലോട്ടാണ്. 3 ദിവസം കൂടി നമുക്ക് ഒരുപാട് ദൂരം കവർ ചെയ്യാനുണ്ട്. ഓക്കെ, ഡ്രൈവർ റെഡി, മാനേജർ റെഡി, അപ്പോൾ മുതലാളി ഞാൻ റെഡി. അടിപൊളി കാഴ്ചകളുമായിട്ട് കാണാനും നിങ്ങൾ റെഡിയല്ലേ? അടിപൊളി കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.